അയ്യപ്പ ശരണം. സൂര്യനെയും ചന്ദ്രനെയും പോലെ ധർമ്മപഥത്തിൽ സഞ്ചരിക്കാനാകട്ടെ. ആ ധർമ്മപഥത്തിൽ അഥവാ വ്രതനിഷ്ഠയോടുകൂടി സഞ്ചരിക്കുന്നവരുമായി സദാ സഖ്യമുണ്ടാകട്ടെ. ഇത് നമ്മുടെ വേദം ഉദ്ഘോഷിക്കുന്ന മറ്റൊരു മന്ത്രമാണ്. ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ഈ ദിവസം വീണ്ടും ഒത്തുചേരുമ്പോൾ അമൃത TV പുതുതായി ആരംഭിക്കുന്ന അയ്യപ്പ ശരണം എന്ന പരമ്പരയോട് അനുബന്ധിച്ച് ഇന്ന് വിശ്വാസവും അതുപോലെ തന്നെ ഭക്തിയുമായി ബന്ധപ്പെട്ട പുതിയൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട്. അതിലേക്കായി തീർച്ചയായും നമുക്ക് വേണ്ടുന്ന ഉത്തരം നൽകുവാനായി നമ്മോടൊപ്പമുള്ളത് ശ്രീജിത്ത് പണിക്കർ. അദ്ദേഹം മിഷൻ നേതാജി എന്നറിയപ്പെടുന്ന ഒരു ദേശീയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സ്ഥാപകനാണ്. അതുപോലെ തന്നെ ആധ്യാത്മികേതര വിഷയങ്ങളിൽ നിരവധി വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. മാതാ അമൃതാനന്ദമയ മഠത്തിൻ്റെ തിരുവനന്തപുരം കൈമനം ആശ്രമത്തിൻ്റെ മഠാധിപതി പൂജ്യ ശ്രീ ശിവാമൃത ചൈതന്യ സ്വാമികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഡയറക്ടറും പ്രഭാഷകനും ചിന്തകനും ഗുരുനാഥനുമായ ശ്രീ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങളും, അതായത് ശബരിമലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങുകയും റെഡി ടു വെയിറ്റ് എന്നൊരു സംഘടനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത് പത്മാപിള്ളി. അമൃത TV പുതുതായി ആരംഭിക്കുന്ന പരമ്പര അയ്യപ്പ ശരണത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീ വിനു കിരിയത്ത്, ഹൃദയവിദ്യ ഫൗണ്ടേഷൻ്റെ ചെയർമാനും പ്രഭാഷകനുമായ ശ്രീ വിദ്യാസാഗർ ഗുരുമൂർത്തി. ഏവർക്കും സുസ്വാഗതം. ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ചിന്താവിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് വന്ന ഒരു പ്രസ്താവന, ആ പ്രസ്താവനയെ മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രസ്താവന ആരാൽ പറഞ്ഞു എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. എന്നാൽ പോലും അതിൽ പ്രധാനമായ വിഷയം ശബരിമലയിൽ കുടികൊള്ളുന്നത് ബ്രഹ്മചാരിയായ അയ്യപ്പനാണോ അതോ വിവാഹിതനായ ധർമ്മശാസ്താവാണോ എന്നുള്ളതായിരുന്നു ആ ഒരു വിഷയത്തിൻ്റെ പ്രധാനമായും. അതിനൊരു ഉദാഹരണമായി അല്ലെങ്കിൽ അതിനൊരു ഉത്തരമായി വളരെ പ്രമുഖനായ ഒരു സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞത്, കരമനയാറ് ഒഴുകി അറബിക്കടലിലേക്ക് ചേരുന്നു. അങ്ങനെ ഒഴുകി ചേർന്ന് കഴിഞ്ഞാൽ കരമനയാറിനെ അറബിക്കടലിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അറബിക്കടലിനെ അറബിക്കടൽ എന്ന് തന്നെയല്ലേ പറയാറ്, കരമനയാറെന്ന് പറയാറില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ ധർമ്മശാസ്താവിൽ അയ്യപ്പൻ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്ന് പറയാൻ പാടില്ലല്ലോ, ധർമ്മശാസ്താവ് എന്നാണ് പറയേണ്ടതെന്നാണ്. ഈ ഒരു സംശയം പൊതുജനത്തിൻ്റെയായി അല്ലെങ്കിൽ ഭക്തരുടെ സംശയമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിന് എന്താണ് മറുപടി പറയാനുള്ളത്? നമുക്ക് സ്വാമിയിൽ നിന്ന് ആരംഭിക്കാം. ശിവായ. ക്ഷേത്രകാര്യങ്ങളിലോ ആധ്യാത്മിക കാര്യത്തിലാണെങ്കിൽ പോലും ആധികാരികമായ അഭിപ്രായം പറയാൻ ഒരു ബ്രഹ്മചാരി പ്രാപ്തനല്ല. എങ്കിലും പഠിച്ച അറിവ് വെച്ച് പറയുകയാണ്. നമ്മൾ ശബരിമലയെ അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും മതഭേദമന്യേ ചെന്നു ചേരുന്ന ഒരു പുണ്യസങ്കേതമാണത്. അപ്പോൾ അവിടെ ധർമ്മശാസ്താവാണോ അയ്യപ്പനാണോ എന്നൊരു ചോദ്യം വരുമ്പോൾ ധർമ്മശാസ്താവ് നമ്മൾ മനസ്സിലാക്കുന്നത്, ശാസ്താവെന്ന് മനസ്സിലാക്കുന്നത് ഒരു ദേവതയായിട്ടാണ്. എന്തുകൊണ്ട് ശബരിമല മറ്റെല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്രയധികം ജനങ്ങളെ ആകർഷിക്കുന്നു? മാത്രമല്ല, അവിടെ മാത്രമാണ് നമ്മൾ 41 ദിവസം വ്രതം എടുത്ത് പോകണമെന്നൊരു അനുഷ്ഠാനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? പന്തളം രാജവംശമായിട്ട് അതിൻ്റെ കഥ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അതിനെല്ലാം കാരണമായിട്ടുള്ളത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു യോഗീശ്വരനാണെന്ന് മാത്രമേ നമുക്കിന്ന് അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി, അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ അറിയുന്നിടത്തോളം അദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു, യോഗിയായിരുന്നു, ആത്മജ്ഞാനിയുമായിരുന്നു. അതുകൊണ്ടാണല്ലോ തത്വമസി എന്നൊരു മഹാവാക്യം അതിൻ്റെ പ്രതീകമായിട്ട് അതിനെ എടുത്തിരിക്കുന്നത്, ശബരിമല എടുത്തിരിക്കുന്നത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് വളർന്നിരിക്കുന്നു. ഇങ്ങനൊരു തീർത്ഥാടന കേന്ദ്രം വളർത്തിയെടുക്കാൻ ഇന്നത്തെ തലമുറ വിചാരിച്ചാൽ സാധിക്കില്ല. ഒരു ഗവൺമെൻറ് വിചാരിച്ചാൽ സാധിക്കില്ല, സുപ്രീം കോടതി വിചാരിച്ചാൽ സാധിക്കില്ല. പക്ഷെ നശിപ്പിക്കാൻ സാധിക്കും. നശിപ്പിക്കാൻ എളുപ്പമാണ്, ഒന്നിനെ തകർക്കാൻ എളുപ്പമാണ്. പക്ഷേ സൃഷ്ടിക്കാൻ പറ്റാത്ത ഒന്നിനെ തകർത്തതുകൊണ്ട്, അതും എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും മാത്രം നൽകുന്ന ഒരു സംവിധാനത്തെ തകർത്തതുകൊണ്ട് ആർക്കും അത് ഗുണം ചെയ്യുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആധ്യാത്മിക ആചാര്യന്മാരുടെ അഭിപ്രായം തീർച്ചയായിട്ടും പരിഗണിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കാലാതീതമായിട്ട് നിലകൊള്ളുന്ന മഹത്തായൊരു ആദർശം, ഒരു തത്വം ഏതാനും വ്യക്തികളുടെ ഒരു ചില ചിന്താഗതികൾ കൊണ്ട് അതിനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തോടും രാഷ്ട്രത്തോടും തലമുറയോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്.
അത് മാത്രമാണ് ഇതിനുമായിട്ട് ഈ വിഷയത്തെപ്പറ്റി എനിക്ക് പറയാൻ പറ്റുന്ന ഒരു അഭിപ്രായം. അയ്യപ്പ ശരണം. ഗോപാലകൃഷ്ണ വരെയാണ്. ധർമ്മശാസ്താവ് അയ്യപ്പൻ, അയ്യപ്പൻ കരമനയാറ്, ധർമ്മശാസ്താവ് അറബിക്കടലുമാണെങ്കിൽ എന്താണ് ശേഷിക്കുക? ഇതിൻ്റെ ഉത്തരം ഇത് പറഞ്ഞ സ്വാമി തന്നെ 1.5 വർഷം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം ഇദ്ദേഹം പറഞ്ഞതിന് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരമല്ല, സ്വാമി പറഞ്ഞതും കൂടി ചേർത്തുകൊണ്ട് ഞാൻ പറയാം. അർച്ചകസ്യ പ്രഭാവേന ശിലാ ഭവതി ശങ്കര, അർച്ചകസ്യ അപ്രഭാവേന ശിവോ ഭവതി ശില. ഒരു ക്ഷേത്രത്തിൽ 3 കാര്യമാണ് ഇമ്പോർട്ടൻ്റ്. ദക്ഷിണ ഭാരതത്തിലെ മന്ത്രം, തന്ത്രം, യന്ത്രം. ഉത്തര ഭാരതത്തിൽ മന്ത്രം മാത്രം മതി. ഉത്തര ഭാരതത്തിലാണ് 10 അവതാരങ്ങളും ഉണ്ടായത്, വാമനാവതാരം ഉൾപ്പെടെ. പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും എഴുതിയതും ഉത്തര ഭാരതത്തിലാണ്. ഋഷിവര്യന്മാർ യാഗം നടത്തിയതും ഉത്തര ഭാരതത്തിൽ. അതുകൊണ്ട് അത് പുണ്യഭൂമി, ജ്ഞാനഭൂമി ആണ്. ദക്ഷിണ ഭാരതം കർമ്മഭൂമിയാണ്. ഇവിടെ മന്ത്ര, തന്ത്ര, യന്ത്രാത്മികായേ നമഃ 3 വേണം. തന്ത്രം ശരീരവുമായി ബന്ധപ്പെട്ടത്, മന്ത്രം മനസ്സുമായി ബന്ധപ്പെട്ടത്, യന്ത്രം ഇതിനെ ബാലൻസ് ചെയ്യിക്കുന്നത്. അപ്പം തന്ത്രിക്ക് യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്രത്തിൽ സൗത്ത് ഇന്ത്യയിൽ നല്ല പ്രാധാന്യമുണ്ട്. അത് പറയാൻ വിഷയം വിട്ടുപോയതല്ല. കുറച്ചൊരു 200 വർഷങ്ങൾക്ക് മുമ്പ് വരെ ദേവപ്രശ്നത്തിനും ഇതിനൊരു സ്ഥാനമുണ്ട്. സ്വാമി പറഞ്ഞതും അറബിക്കടലും കരമനയാറും എല്ലാം അവിടെ ഇരിക്കട്ടെ, ഇവർ പറയാൻ സാധ്യതയില്ലാത്തൊരു വിഷയം, ഉത്തരമായിട്ട് പറയാൻ സാധ്യതയില്ലാത്തൊരു വിഷയമായതുകൊണ്ട് ഞാനിത് പറയുന്നു. ആ തന്ത്രിക്ക് പിതൃസ്ഥാനാണ്. അദ്ദേഹത്തിന് മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ശ്രീകോവിലിനകത്ത് കയറാം. ചോറ്റാനിക്കര ഉൾപ്പെടെയുള്ള അമ്പലത്തിൽ ഞാൻ പൂജാരിയായിരുന്നു. അപ്പോൾ ഒരു 7-8 ക്ഷേത്രത്തിൽ ആ തന്ത്രി ആണ് പിതൃസ്ഥാനത്തിരുന്നുകൊണ്ട് അവിടെയുള്ള എല്ലാത്തിനും ആ തന്ത്രി ഡിക്ലെയർ ചെയ്താൽ അതാണ് ഡിക്ലറേഷൻ. നമ്മുടെ അംബേദ്കർ ഭാരതീയ ഭരണഘടന ഉണ്ടാക്കാനായിട്ട് പ്രവർത്തിച്ച അദ്ദേഹം എഴുതി വെച്ചതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നു. അത്യാവശ്യത്തിന് അഡീഷൻ, ഡിലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്തുന്നു. ഇപ്പം തന്ത്രിയും അന്നത്തെ കാലത്ത് പ്രശ്നം വയ്ക്കലുണ്ടെങ്കിൽ താമ്പൂല പ്രശ്നമോ സ്വർണ്ണ പ്രശ്നമോ നിമിത്ത പ്രശ്നമോ ആരൂഢലഗ്നമോ വെച്ച് പ്രശ്നം വെച്ചിട്ട് കാണുന്ന ആ ചാർത്ത് തരുന്ന ആൾ ഊഹാപോഹപടു എന്ന രീതിയിൽ ഇവർ രണ്ടുപേരും ആ അമ്പലത്തിൻ്റെ സ്പേസ്, ടൈം, പെർസീവർ, ഫിസിക്സിനും അത് തന്നെയാണ് വേണ്ടത്, ഒബ്സർവർ, സ്പേസ്, ടൈം, ഒബ്സർവർ, ഈ 3 പാരാമീറ്ററും വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് എന്തോ അതിൽ അറബിക്കടലും ഇല്ല, അതിൽ കരമനയാറും ഇല്ല, അതൊന്നുമില്ല. അത് അവിടെ ആ സമയത്ത് അവരുടെ ആ നിതാന്തമായിട്ടുള്ള ജാഗ്രതയോടുകൂടി അവർ പറയുന്നതാണ് പാർട്ട്. ബാക്കി നിങ്ങൾ 6 പേര് പറഞ്ഞാലും അതും അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. കോംപ്ലിമെൻ്ററിയാണ്, കോൺട്രഡിക്ടറി അല്ല. ഇപ്പം ചക്കംകുളങ്ങര ക്ഷേത്രത്തിലെ ശിവൻ്റെ അല്ല, ഈരാട്ടുപേട്ടയിലെ ശിവൻ്റെ അതല്ല, നമ്മുടെ തിരുനക്കര ശിവൻ്റേത്. പത്മനാഭൻ്റെ പൂജയല്ല, ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമിയുടെ പൂജയല്ല ഗുരുവായൂരിൽ ശങ്കരാചാര്യർ എഴുതിയ പൂജാവിധിയാണ്. ശങ്കരാചാര്യർ ആരാ ഇവിടെ എഴുതാമെന്ന് ചോദിച്ചാൽ ബദ്രീനാഥിലും കേദാർനാഥിലും ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്ന പൂജാവിധിയാണ്. വടക്കനാഥൻ ഉൾപ്പെടെ ഇയാൾ ഇന്ന് തെക്കഴിയിരുന്ന് വന്നാൾ ഇവിടെ എന്തിനാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ഫൈനൽ വെർഡിക്റ്റ്. യുഗഗുരുവാണ്. യുഗഗുരുവായ ശങ്കരാചാര്യരെ കലിയുഗത്തിൽ പറഞ്ഞ പോലെ, വ്യാസഗുരു ദ്വാപരയുഗത്തിൽ പറഞ്ഞ പോലെ, വസിഷ്ഠഗുരു ത്രേതായുഗത്തിൽ പറഞ്ഞതുപോലെ, സത്യാചാര്യൻ കൃതയുഗത്തിൽ പറഞ്ഞതുപോലെ ചിലർക്ക് ആ പൊസിഷൻ കൊടുത്താൽ അതാ. ഇപ്പോൾ ശബരിമലയിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസം ഒരാളുടെ ധാർഷ്ട്യമല്ലേ, അയാൾക്ക് എന്ത് പവറാണല്ലോ ഇതൊക്കെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ അതുകൂടി ഒന്ന് ചേർക്കാം. തന്ത്രിക്കും മന്ത്രം അറിയാവുന്ന ആൾക്കും സ്പേസ്, ടൈം, പെർസീവർ ഉപയോഗിച്ച് ഊഹാപോഹപടുവായ ദേവപ്രശ്നം വയ്ക്കുന്ന ആൾക്കുള്ള റോള് കൂടി ഇവിടെ എടുത്തു വേണം. പിന്നെ സ്വാമി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞും കൂടി വേണം. കരമനയാറായാലും ഭാര്യ ഭർത്താവാണോ, നൈഷ്ഠിക ബ്രഹ്മചാരിയാണോ, ആ ശിലയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ആ വിഗ്രഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ജീവനുള്ള ശിലയാണ്. അതുകൊണ്ടാണ് രാവിലെ നിർമാല്യം, നമ്മളും നിർമാല്യം തേച്ച്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, നമ്മൾ ഉച്ചപൂജയ്ക്ക് ഭക്ഷണം കഴിച്ച്, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന മാതിരി അവിടെ ചെയ്യുന്നത് ആ ചൈതന്യം അതിനകത്തുള്ളത് കൊണ്ടാണ്. ചൈതന്യവത്തായ ഒരു വിഷയം അത് അങ്ങ് കൈകാര്യം ചെയ്തു. പിന്നെ നേരെ അങ്ങിലേക്ക് എത്തിക്കുകയാണ്. അങ്ങ് എന്താണ് പറയുന്നത്? കരമനയാറും അറബിക്കടലും വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്. ആചാര്യതുല്യരായിട്ടുള്ള സ്വാമിജിയൊക്കെ പറഞ്ഞത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ
സാത്വികമായ ഭാഷ, ശബ്ദം കുറച്ചു പറഞ്ഞാൽ ഖലന്മാർ ചിന്തിക്കുന്നത് നമുക്ക് ദൗർബല്യമുണ്ടെന്നാണ്. അതാണ് ഇന്നത്തെ കാലം. സന്യാസി അഭിപ്രായം പറയേണ്ടുന്നൊരു വിഷയമല്ല ശരിക്കൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷം. കാരണം ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണക്കാരന് ഉയരാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ മോചിത സൂചിപ്പിച്ച പോലെ ഒരു സന്യാസിയാണിതിൽ കരമനയാറിൻ്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. സന്യാസി ഏകരസത്തെ രുചിക്കേണ്ടവനാണ്. കരമനയാറിലും കടലിലും ജലം തന്നെയാണെന്നാണ് അയാൾ കാണേണ്ടത്. ആ വാക്യത്തെയാണ് തത്വമസി ഓർമ്മിപ്പിക്കുന്നത്. ശബരിമലയിൽ ശരിക്ക് ധർമ്മശാസ്താവിൻ്റെ ഒരു പീഠം ഉണ്ട്. വനായതനം എന്ന് പറയും. ആയതനം വീടാണ്, ദേവതയുടെ ആയതനം, വനത്തിനകത്തുള്ളൊരു വീട് ധർമ്മശാസ്താവിൻ്റെ. പൊതുവേ ശാസ്ത്ര ക്ഷേത്രങ്ങൾക്ക് മേൽക്കൂര ഉണ്ടാവില്ല. പൊതുവെ അമ്പരം കാണുന്ന രീതിയിൽ ആണത് അതിൻ്റെ പ്രതിഷ്ഠ ഉണ്ടാവുക. ഒരു പീഠം, ഒഴിഞ്ഞ പീഠം, അവിടെ വിളക്ക് തെളിക്കുന്നു, ആചരണങ്ങൾ ചെയ്യുന്നു. അല്ലാതെ അവിടെ ഒരു വിഗ്രഹം ഉണ്ടാവില്ല. പ്രകൃതിയിൽ നിന്ന് ഉപചാരങ്ങൾ അതെ, ഉപചാരങ്ങൾ ഏറ്റുവാങ്ങുന്നു, മഴയും വെയിലും ഒക്കെ. അങ്ങനെ അനേകം ശാസ്ത്ര ക്ഷേത്രങ്ങൾ കേരളത്തിൽ കാണാം. വനായതനങ്ങളാണ്. അവിടെ പ്രത്യേകിച്ച് നിയതമായ പൂജാ പദ്ധതികളില്ലെങ്കിൽ കൂടെയും ആ ചൈതന്യത്തിൻ്റെ ലോപം വരുന്നില്ല എന്നുള്ളതാണ് സങ്കല്പം. അതിനെ ക്രമബദ്ധമായിട്ടൊരു താന്ത്രിക സംവിധാനം എന്ന് പറയുമ്പോൾ ആഗമശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്കി തീർക്കുന്നത് ബ്രാഹ്മണരാണ്. അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ, അദ്ദേഹത്തെ ധർമ്മശാസ്താവിൻ്റെ തന്നെ അവതാരമായിട്ട് കാണുന്നുണ്ട്. ഇനി അങ്ങനെയല്ല എങ്കിൽ കൂടെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു യോഗീശ്വരൻ, ഒരു ആത്മസാക്ഷാത്കാരം നേടിയ ഒരു മഹാത്മാവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന, അതായത് ഭൗതിക ശരീരം വെടിയുന്ന സമയത്ത് ഈ ശാസ്ത്രക്ഷേത്രത്തിൻ്റെ പീഠത്തിനു മേലെ 2 പാദം ചേർത്ത് വയ്ക്കാവുന്ന അത്രയും സ്ഥലം മാത്രം കൗക്കുടിക വൃത്തി എന്ന് പറയുന്നത് പോലെ, കൗക്കുടിക വൃത്തി സന്യാസിക്കുള്ളതാണ്. ദൃഷ്ടി ഒരു കോഴി പൊരുത്തേയിരിക്കുന്ന ഭാഗത്ത് അത്ര ദൂരം മാത്രമേ, അത്ര വട്ടത്തിൽ മാത്രമേ പോകാവുന്നതാണ്. കുടീചക വൃത്തി, പ്രാണൻ വെടിയാൻ നേരത്ത് മഹാപുരുഷന്മാർ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 പാദം മാത്രം ചേർത്ത് താൻ സമാധി വിലീനനാവാൻ പോവുകയാണ്. നമ്മുടെ ദൃഷ്ടിയിലുള്ള മരണമല്ല അത്. ജീവനെ പൂർണ്ണമായും വെടിഞ്ഞു കളയുന്നൊരു ജീവത്യാഗമല്ല, മറിച്ച് പ്രാണനെ ഹൃദയത്തിൽ ലയിപ്പിക്കുന്ന ക്രിയയാണ്. ഇതിന് ഉദാഹരണം അറിയണമെങ്കിൽ ഭഗവാൻ രമണ മഹർഷി ശരീരം വെടിയാനായ സമയത്തൊരു ഭക്തൻ ചോദിച്ചു, ഭഗവാനെ അങ്ങ് ഞങ്ങളെ വിട്ട് പോവുകയാണോ എന്ന്. ഭഗവാൻ പറഞ്ഞു, വേർ ക്യാൻ ഐ ഗോ, ഐ എം ഓൾവേസ് ഹിയർ. അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ അവബോധത്തിൻ്റെ തലത്തിൽ നിന്നാണ്. ഞാൻ എവിടെയാണ് പോവുക? ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ട്. ശരീരം പോവുകയും വരികയൊക്കെ ചെയ്യും. അതേ അവസ്ഥ അനുഭവിച്ചിരുന്ന അയ്യപ്പൻ വ്യക്തി ബോധത്തെയാണ് അവിടെ ലയിപ്പിക്കുന്നത്. അയ്യപ്പൻ ആ 2 പാദം ചേർത്ത് വയ്ക്കാവുന്ന അത്രയും സ്ഥലം മാത്രമേ പീഠത്തിന് മേലെടുത്തിട്ടുള്ളൂ, ഭൂമിയിൽ അയ്യപ്പൻ എടുത്തിട്ടുള്ളൂ. എന്തിനാണ് ഈ പട്ടം ബന്ധിക്കണമെന്ന് വെച്ചാൽ, സമാധിസ്ഥനായി ശരീരബന്ധം വിട്ടു കഴിഞ്ഞാൽ അത് കാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഛിന്നമായി പോകും. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി തന്നെ സമാധി ഇരുത്തിയതാണ്. പറഞ്ഞുകൊണ്ടാണ് മഹാത്മാരൊക്കെ ശരീരം വെടിയാറ്. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സന്യാസിമാരൊക്കെ നിഷ്ഠ എന്താണെന്ന് അറിയണമെങ്കിൽ അവരുടെ മരണം നമ്മൾ കാണേണ്ടി വരും. അവരെങ്ങനെ മരിക്കും, ജീവിച്ചത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ മരണത്തിൽ നോക്കിയാൽ മതി എന്ന് പണ്ടൊരു ചൊല്ലുണ്ട്. അത് ഈ പറഞ്ഞ ആളുകളൊക്കെ ശരിയാണോ ചെയ്തതെന്ന് അറിയണമെങ്കിൽ അയ്യപ്പനെ പോലെ ഇരുന്ന് മരിക്കാൻ അവർക്ക് യോഗം ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ അയ്യപ്പൻ അവിടെ ഇരുന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരോട് അദ്ദേഹം പറഞ്ഞു, പന്തള രാജാവ് അടക്കമുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്, വൃശ്ചിക മാസം പുലരുമ്പോൾ ഞാൻ വീണ്ടും ജീവഭാവത്തെ കൈക്കൊണ്ട് ഒരു കോൺസെപ്ച്വൽ ഇൻകാർണേഷൻ, ആശയപരമായിട്ടുള്ളൊരു അവതാരം, അതായത് അയ്യപ്പൻ വീണ്ടും എഴുതി തുറക്കുമെന്നൊരു സങ്കല്പം വെച്ചിരിക്കുകയാണ്, നോട്ട് ഫിസിക്കൽ. അപ്പോൾ ആ വിഗ്രഹത്തെ അവിടെ പ്രതിഷ്ഠിക്കാൻ കാരണം ആ സമാധി മാതൃകയിലാണ്. അത് ഓപ്പൺ സ്പേസ് അല്ല. ശാസ്താവിൻ്റെ ക്ഷേത്രം ഓപ്പൺ സ്പേസ് ആയിരുന്നു. സമാധി മന്ദിരം വന്നാലോ അത് മൂടണം. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ക്ഷേത്രം വെറുമൊരു ക്ഷേത്രമല്ല, ഒരു മഹാത്മാവിൻ്റെ സമാധി മണ്ഡപം കൂടിയാണ്. അതിൻ്റെ ബഹുമാനമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ സമാധി പോകുന്ന സമയത്ത് അയ്യപ്പൻ എന്തു പറഞ്ഞുവോ അതാണ് നമുക്ക് പ്രമാണം. അതെങ്ങനെ അറിഞ്ഞു? അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ പന്തളം രാജാവിൽ നിന്ന് അറിഞ്ഞു. അതിനപ്പുറത്ത് അതിൽ ചോദ്യത്തിന് ആവശ്യമില്ല. അയ്യപ്പ ശരണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികമുള്ള ക്ഷേത്രങ്ങൾ ഒരു പക്ഷേ മഹാവിഷ്ണു ക്ഷേത്രങ്ങളായിരിക്കും. മഹാവിഷ്ണുവിൻ്റെ
വ്യത്യസ്ത അവതാരങ്ങളുടെ ക്ഷേത്രങ്ങളും ഒട്ടും കുറവല്ല. വിശേഷിച്ചും ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ക്ഷേത്രങ്ങൾ അനേകമുണ്ട്. മത്സ്യ, കൂർമ്മ, വരാഹ, നൃസിംഹാദി അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളും കുറവല്ല. എങ്കിലും അവയെ അപേക്ഷിച്ച് ശ്രീരാമ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ വളരെയധികമാണ്. ഈ ദേവതകളൊക്കെ തന്നെ നാരായണൻ്റെ, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായിട്ടാണ് മാനിക്കപ്പെടുന്നത്. ഈ അവതാരമൂർത്തികൾ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഓം നമോ നാരായണായ എന്നതാണ് മന്ത്രം. അവിടമൊക്കെ തന്നെ ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണുമൂർത്തിയായിരിക്കും വിഗ്രഹം. അതേസമയത്ത് അവിടുത്തെ ധ്യാനത്തിനും മറ്റ് സങ്കല്പങ്ങൾക്കും വ്യത്യാസമുണ്ടാവും. അടിസ്ഥാനമായിരിക്കുന്ന മന്ത്രത്തിനും മറ്റും വിശേഷമില്ല, പക്ഷേ ധ്യാനത്തിനും മറ്റ് സങ്കല്പങ്ങൾക്കും വിശേഷമുണ്ടാവും. ഇതേപോലെ തന്നെ ധർമ്മശാസ്താവിൻ്റെ ഒരവതാരമെന്ന് പറയാവുന്ന ഭാവത്തിലാണ് അയ്യപ്പസ്വാമി. എന്ന് മാത്രമല്ല, തൻ്റെ അവതാര കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം അയ്യപ്പസ്വാമി ധർമ്മശാസ്താവിലേക്ക് വിലയം പ്രാപിച്ചു. അപ്പം ധർമ്മശാസ്താവിൻ്റെ അവതാരമായിട്ട് വന്ന അയ്യപ്പസ്വാമി തൻ്റെ അവതാര കൃത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ധർമ്മശാസ്താവിലേക്ക് സ്വയം വിലയം പ്രാപിച്ചു. അത് ശബരിമലയിൽ ഇപ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയെ പൂജിച്ച് ആരാധിക്കുന്ന ക്ഷേത്രത്തിലാണ്. അവിടെ വാസ്തവത്തിൽ ധർമ്മശാസ്താവ് എന്നുള്ള ഭാവമാണ് അവിടെ നിലനിന്നിരുന്നത്. തീർച്ചയായിട്ടും ആ ധർമ്മശാസ്താവ് തന്നെയാണ് ഇപ്പോഴും. എന്നാൽ ധർമ്മശാസ്താവിൻ്റെ തന്നെ അവതാരമായ അയ്യപ്പൻ അവിടെ വിലയം പ്രാപിച്ചതോടുകൂടെ, വിലയിച്ച് ചേർന്നതോടുകൂടെ സ്വാഭാവികമായി ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം അയ്യപ്പക്ഷേത്രം എന്നുള്ള പ്രാധാന്യേന ആരാധിക്കപ്പെട്ടു. അങ്ങനെ തുടർന്നു പോരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ മന്ത്രം ധർമ്മശാസ്താവിൻ്റെതാണ്, പക്ഷേ ധ്യാനവും മറ്റും അയ്യപ്പസ്വാമിയുടേതാണ്. അവിടെ അയ്യപ്പനും ധർമ്മശാസ്താവും അനന്യമാണ്. എപ്രകാരമാണോ ശ്രീകൃഷ്ണൻ്റെ, ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രവും വിഷ്ണുവെയും കൃഷ്ണനെയും അനന്യഭാവത്തിൽ ആരാധിക്കുന്ന സമ്പ്രദായവും ചതുർബാഹുവായിരിക്കുന്ന മൂർത്തിയും ഒക്കെ നിലനിൽക്കുന്നത്, അതേപോലെ തന്നെയാണ് ശബരിമലയിലുള്ളത്. അതുകൊണ്ട് അത് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞോളൂ, ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞോളൂ, ഒരു വിരോധവും ഒരു വിശേഷവും അവയിലില്ല. കാരണം ധർമ്മശാസ്താവിൻ്റെ അവതാരമൂർത്തിയാണ് അയ്യപ്പൻ. ധർമ്മശാസ്താവിൽ തന്നെ വിലയിച്ച് ചേർന്ന ചൈതന്യ സ്വരൂപനാണ് അയ്യപ്പൻ. അതുകൊണ്ട് ആ ഒരു വൈരുദ്ധ്യം അവിടെ വരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതാണതിന് ലളിതമായ സ്പഷ്ടമായ മറുപടി. അപ്പോൾ പത്മജിയിലേക്ക് വരാം. പത്മജി തീർച്ചയായും യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പറയാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അത് നമ്മൾ ആ വിഷയത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം ധർമ്മശാസ്താവ്, അയ്യപ്പൻ, രണ്ട് അതെ വീണ്ടും വീണ്ടും അത് പറയുന്നതിന് കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ രണ്ടും ജലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം വരണം, അല്ലെങ്കിൽ രണ്ടും ജലമാണെന്ന് തിരിച്ചറിയാൻ വെളിപാടുണ്ടാകുന്ന ഒരു കാലം വരണം. ആ വെളിപാടിനുള്ള ശ്രമമാണ് നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ. തീർച്ചയായിട്ടും ഈ ഓരോ ചർച്ചകളുടെയും അവസാനം ഓരോ വെളിപാടുകൾ ഉണ്ടാവട്ടെ എന്ന്, ഓരോ ബോധിവൃക്ഷത്തിൻ്റെ തണലിലും ബുദ്ധന്മാരിരിക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, പത്മജി കേട്ട് വളർന്ന സങ്കല്പങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ അറിയുന്നത് എങ്ങനെയാണ്? ആ ഒരു ചോദ്യം സ്വാമിജി ചോദിച്ചതിൽ അന്ന് ആ ചോദ്യം പുറത്തു വന്ന ദിവസം ഞങ്ങളുടെയൊക്കെ കൂട്ടായ്മയിലുള്ളൊരു ചെറിയ കുട്ടി, പ്രായം ഞങ്ങളെക്കാട്ടൊക്കെ കുറഞ്ഞ കുട്ടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട്. അതാണ് ഇവിടെ എല്ലാവർക്കും സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഉത്തരം. ഒരു കുടം പാലിൽ ഒരു തുള്ളി വിഷം, പിന്നെ ആ കുടത്തിനെ പാലെന്ന് വിളിക്കുമോ വിഷമെന്ന് വിളിക്കുമോ എന്ന് അദ്ദേഹം ആ കുട്ടി ചോദിച്ചത്. അങ്ങനെ വന്നു ചേരുന്ന വസ്തുവിൻ്റെ വീര്യം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചാൽ അത് വെള്ളമെന്നല്ല പിന്നെ വിളിക്കുന്നത് നമ്മളതിന്.
അങ്ങനത്തെ കാര്യങ്ങളും സ്വാമിജിയോട് തിരിച്ച് നമ്മൾക്ക് ചോദിക്കാം. പക്ഷേ ഈ ഒരു ചർച്ച അതിന് വേണ്ടിയിട്ടല്ല. സാഗർജി പറഞ്ഞതുപോലെ എല്ലാം ജലമാണ്. നമ്മളുടെ അദ്വൈത ചിന്തയുടെ പരമകാഷ്ഠയിൽ നമ്മളത് പറയുമ്പോൾ അമ്മ അന്ന് പറഞ്ഞതും അത് തന്നെയാണ്. എല്ലാം ജലമാണ്. പക്ഷെ ഓരോ ഭാവത്തിലിരിക്കുന്ന ജലങ്ങളെ നമ്മൾ ആ ഭാവത്തിൽ തന്നെ കാണണം.